Okay, good morning. നമ്മള് ഇവിടെ വരെയായിരുന്നു പറഞ്ഞത് ലോണ്ടറി ആൻഡ് മെറ്റീരിയൽ സർവീസ്, അതിൽ ഔട്ട്സോഴ്സ് വരെയല്ലേ പറഞ്ഞത്, ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ? ആ ഒരു പാരഗ്രാഫ് അല്ലേ തീർത്തത്? നിങ്ങൾക്ക് എക്സാം ഉണ്ടപ്പോ ഈ 4th മൊഡ്യൂളിന്റെ ഈ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടായിരുന്നു എക്സാം ഇട്ടേ അല്ലെ? ഇനിയിപ്പോ എക്സാമിന് ഫുൾ ഉണ്ടാവും കേട്ടോ. ഈ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഈ ചാപ്റ്റർ ഒഴിവാക്കിയാണ് നമ്മൾ എക്സാം ഇട്ടത്. ഇനിയിപ്പോ ഇതിന്റെ കുറച്ച് സെക്ഷനും കൂടി ഉള്ളൂ, ഈ ചാപ്റ്റർ കഴിയും. എക്സാം ഒക്കെ എളുപ്പമായിരുന്നു എല്ലാവർക്കും? ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നോ? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാതെ? വിചാരിച്ചത്ര ടഫ് ഉണ്ടായിരുന്നില്ലേ? എളുപ്പമായിരുന്നില്ലേ? തേർഡ് മൊഡ്യൂളും കുറച്ച് പാടായിരുന്നു. തേർഡ് മൊഡ്യൂളാ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തായാലും മറ്റേ എക്സാമിന് ഇപ്പൊ അധികം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അല്ലെ? ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ. അടുത്തുള്ള സമയം ഇനിയിപ്പോ നിങ്ങളുടെ ക്ലാസ് ഏകദേശം അടുത്ത ആഴ്ച കൊണ്ട് നമ്മൾ തീരും. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന്റെ ഡേറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ? ടൈം ഇല്ലായിരുന്നു അല്ലെ? റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ ഈ അടുത്ത എക്സാമിന് മോഡല് മെയിനൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന് നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പൊ സമയം അനുസരിച്ച് തന്നെ കളയാതെ പഠിക്കുക കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓക്കെ. ഇപ്പൊ സമയം കിട്ടില്ല, മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച ആരും വിഷമിക്കണ്ട കേട്ടോ. ഇനിയിപ്പോ എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. തേർഡ് മൊഡ്യൂൾ ഒരു ഇച്ചിരി ടഫ് ആയിരുന്നു അല്ലെ? ഞാൻ നോക്കിയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്തിരി ടഫ് ഒന്നുമില്ല എങ്കിലും 4th മൊഡ്യൂൾ എളുപ്പമായിരുന്നില്ലേ? HISലേക്ക് നല്ല 4th ഒക്കെ ആയിരുന്നു അല്ലെ? അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തായാലും റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങള് ഇനി എക്സാമിന് നന്നായിട്ട് പഠിക്കാമല്ലോ. പഠിക്കാം. തേർഡ് എക്സാം ടൈം പോയോ? സാറില്ല, ഇനിയിപ്പോ കഴിഞ്ഞത് അങ്ങ് കഴിഞ്ഞു. ഇനി അതോർത്ത് വിഷമിക്കണ്ട. നെക്സ്റ്റ് എക്സാമിന് നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? നമ്മൾ ഒരു ഔട്ട്സോഴ്സിങ് ആയിരുന്നു അല്ലെ? അതായത് ഹോസ്പിറ്റലിലെ ലിനൻ ഇതൊക്കെ നമുക്ക് ചിലപ്പോ എന്താ ഹോസ്പിറ്റലിൽ തന്നെ നമുക്കത് റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റാനായിട്ട് ഇപ്പൊ എന്താ പറയാ, അതിന് അറിയാവുന്ന സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എക്സ്പെൻസ് കൂടുതലൊക്കെ ആയിരിക്കും. അതിനുള്ള വലിയ മെഷീൻസ് സാധനങ്ങളൊക്കെ വേണ്ടേ അല്ലെ? അപ്പൊ അങ്ങനെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പുറമേ അല്ലെ ഒരു കരാറ് പോലെ നമുക്ക് തുണിത്തരങ്ങൾ കൊടുത്ത് പുറമേ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞത്. അവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കിയേ. When a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs. Okay. When a professional medical laundry service of an external agency, like പുറമെ ഒരു ഏജൻസിക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലോണ്ടറി തുണിത്തരങ്ങളൊക്കെ കഴുകി അതിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാണ്, എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഈ ഔട്ട്സോഴ്സിംഗ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്? പ്രാക്ടിക്കബിലിറ്റി, സൈസ് ആൻഡ് എക്കണോമി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സമ്പദ് വ്യവസ്ഥ അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, ഹോസ്പിറ്റലിന്റെ വലിപ്പം, അവിടെ നമ്മൾ എത്രത്തോളം കൊടുക്കാം, ആ പ്രാക്ടിക്കബിലിറ്റി, പ്രായോഗികത എന്നിവയിലൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഔട്ട്സോഴ്സിംഗ്. While selecting a laundry service, administrator ought to consider the following factors such as, നമ്മളൊരു ലോണ്ടറി സർവീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ കാര്യങ്ങള് അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് നോക്കി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ 3 പോയിന്റ് ആയിട്ട്.
While selecting a laundry service, administrator have to consider the following factors such as ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്? എന്തൊക്കെയാ? സർവീസ് ക്വാളിറ്റി. ഫസ്റ്റ് എന്താ? സേവന ആ ഗുണനിലവാരം. നമ്മളിപ്പോ പുറമേ കൊടുത്ത് ചെയ്യിക്കുമ്പോ അതിന്റെ ക്വാളിറ്റി നോക്കൂലേ? നമ്മളിപ്പോ നമ്മുടെ പുറമെ ഇതുപോലെ തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഇതിന് സർവീസ് കൊടുത്തു നമ്മള്, അപ്പൊ അങ്ങനെ കരാറായിട്ട് എന്തെങ്കിലും കൊടുത്തു, അപ്പൊ നമുക്ക് എങ്ങനെ അത് ചെയ്ത് തരും അല്ലേ? എങ്ങനെ നല്ല ക്വാളിറ്റി ചെയ്യോ? ഇപ്പൊ നമ്മൾ കൊടുക്കണം ആ പൈസക്കുള്ള ഒരു ഇത് നമുക്ക് കിട്ടണ്ടേ അല്ലെ? അപ്പൊ നമ്മൾ എന്തായാലും നോക്കും, അതിന്റെ ക്വാളിറ്റി നോക്കും. ഇപ്പൊ ഒരു സാധനമാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കൂലേ? ഗുണമേന്മ, ഗുണനിലവാരം നോക്കിക്കൊണ്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കണോ, ഓർഡർ അവർക്ക് കൊടുക്കണോ അല്ലേ? അല്ലെങ്കിൽ വേറെ ആളുകൾ കൊടുക്കണോ? അപ്പൊ അവര് നമുക്ക് നൽകുന്ന, അപ്പൊ ആ തുണിത്തരങ്ങളൊക്കെ കഴുകി അലക്കി ഉണക്കി അയൺ ചെയ്തൊക്കെ നമുക്ക് തരുമ്പോ അതിന്റെ ക്വാളിറ്റി, അവര് നൽകുന്ന സർവീസിന്റെ ക്വാളിറ്റി കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ നോക്കിയ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, ആ സർവീസിന്റെ പ്രശസ്തി, റെപ്യൂട്ടേഷൻ അല്ലെ? നമ്മളിപ്പോ നല്ല ഇതായിട്ട് ചെയ്തു തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പേര് കേട്ട ഒരു കമ്പനിയാണ്, അപ്പൊ അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ പേര് കേട്ട ഒരു പ്രൊഡക്റ്റ് ആണ്, അപ്പൊ അത് നമുക്ക് എന്താ, നമുക്കത് നല്ല ക്വാളിറ്റിയാന്ന് നമുക്ക് അറിയാം അല്ലെ? ബ്രാൻഡഡ് ഐറ്റംസ് എന്നൊക്കെ നമ്മൾ പറയൂലേ, ബ്രാൻഡഡ്. അപ്പൊ നമ്മളത് ആ റെപ്യൂട്ടേഷൻ, ആ സർവീസിന്റെ റെപ്യൂട്ടേഷൻ നോക്കും. പ്രശസ്തി. പ്രൈസിങ് എക്യുപ്മെന്റ്സ് യൂസ്ഡ്, അടുത്ത് നോക്കി അവിടെ 2 പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. പ്രൈസിംഗ് ഒരെണ്ണാക്കി കൊടുത്തു കേട്ടോ. അതിന്റെ വില നോക്കും, നമുക്ക് എത്ര രൂപയ്ക്ക് അവരത് ചെയ്തു തരും അല്ലെ? പ്രൈസിങ് അതൊരു പോയിന്റ്, 3rd പോയിന്റ് ആയിട്ട് എഴുതിക്കോ പ്രൈസിങ്. ദെൻ 4th പോയിന്റ് അവിടെ ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. എക്യുപ്മെന്റ്സ് യൂസ്ഡ്, അവിടെ ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, എന്തൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള എക്യുപ്മെന്റ്സ് ആണോ അത്? അപ്പൊ അവിടെ അവര് ആ സർവീസിന് അവര് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് അതും എന്ത് നോക്കും? അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ട് ചെയ്യും. മനസ്സിലാവുന്നില്ലേ? അതായത് പുറത്ത് നമ്മളൊരു കരാറായിട്ട് ഹോസ്പിറ്റലിൽ തുണികൾ വാഷ് ചെയ്യാനും ഒക്കെ കൊടുക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കുന്നത് അല്ലെ? അവര് നൽകുന്ന സർവീസിന്റെ ക്വാളിറ്റി നോക്കും, റെപ്യൂട്ടേഷൻ പ്രശസ്തി നോക്കും, പ്രൈസിങ് നമുക്ക് എത്ര രൂപയ്ക്ക് അവർ ചെയ്തു തരും ആ വില നോക്കും. അടുത്തത് എക്യുപ്മെന്റ്സ് യൂസ്ഡ്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് അല്ലെ? അത്രയും കാര്യങ്ങൾ നോക്കും. 4 പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ അത്? ഇത്രയും കാര്യങ്ങൾ കൺസിഡർ നമ്മൾ നോക്കാറില്ലേ? എന്തെങ്കിലും കരാറൊക്കെ കൊടുക്കുമ്പോ അതിന്റെ പ്രൈസ് ഒക്കെ നോക്കാറില്ലേ? ഇപ്പൊ ഒരു പാർട്ടീസ് ഇപ്പൊ നമുക്ക് 1000 രൂപയ്ക്ക് തരും, മറ്റൊരു 750 രൂപയ്ക്ക് അതേ ക്വാളിറ്റിയിൽ ചെയ്തു തരാണ് നമ്മൾ കമ്പയർ ചെയ്യൂലേ? നമുക്ക് ഏതായി ലാഭം എന്ന് വെച്ചാൽ അതാണ് നമുക്ക് അത് അവരെയാണ് നമ്മൾ എന്ത് പറയാ ഓർഡർ കൊടുക്കുള്ളൂ അല്ലെ? അവർക്കാണ് നമ്മൾ എഗ്രിമെന്റ് കൊടുക്കുള്ളൂ അല്ലെ? പ്രൈസിങ് ഒരു കാര്യമാണ്. എക്യുപ്മെന്റ്സ് യൂസ്ഡ്. ഇനി അടുത്ത് നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഔട്ട്സോഴ്സിംഗ് സർവീസിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ഉണ്ടോ? അതായത് നമുക്ക് എന്താ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ്. എന്താ പറയുന്നത്? ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഇതെല്ലാം നമ്മള് ഈ ലോട്ടറി സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്റ്റാഫുകൾ വേണ്ടേ? ഒരുപാട് സ്റ്റാഫുകൾ വേണ്ടി വരും അതിലേക്ക് അല്ലെ? സ്റ്റാഫുകൾ കൂടുതൽ വേണം. പിന്നെ അതുപോലെ തന്നെ മെഷീൻ വേണ്ടേ? അലക്കാനൊക്കെ വാഷിംഗ് മെഷീൻസ്, ഡ്രയർ, അയൺ ചെയ്യാൻ അങ്ങനെയൊക്കെ പല വെടിപ്പുള്ള മെഷീനറീസും വേണ്ടി വരാം. അപ്പൊ ആളുകൾ വേണം, മെഷീനറീസ് വേണം. അവർക്ക് നമ്മുടെ ആളുകൾക്കാണെങ്കിൽ വെറുതെ അല്ലല്ലോ, അവർക്ക് സാലറീഡ് അല്ലേ? അവർക്കുള്ള പൈസ അങ്ങനെ അതിന്റെ സാധനങ്ങൾ വാങ്ങണത് അല്ലെ? ഓരോ വാഷ് ചെയ്യാൻ സോപ്പും സോപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റന്റും അങ്ങനെയുള്ള ഓരോ സാധനങ്ങളുമാണ്, മെറ്റീരിയൽസ് വാങ്ങണതിന്റെ കോസ്റ്റ്. അപ്പൊ ഒരുപാട് കോസ്റ്റ് വരും അവിടെ അല്ലെ? പക്ഷെ നമ്മൾ ഔട്ട്സോഴ്സിങ്ങിനാണെങ്കിൽ ഇതൊന്നും വേണ്ട. അവര് ഇത്ര രൂപ പറയും, ആ രൂപയ്ക്ക് നമുക്ക് ഒന്നും അറിയണ്ട അല്ലെ? നമ്മൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് ക്ലീൻ ആയിട്ട് എല്ലാം ഇത് ഓക്കെ ആക്കി ആ ഹോസ്പിറ്റലില് ഇന്ന ടൈമില് എത്തിച്ചു കൊടുക്കും. അപ്പൊ അതെന്താ പറഞ്ഞേക്കുന്നത്? ഈ നമ്മള് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയാവും അല്ലെ? മിഷനറീസ്, സ്റ്റാഫിന് അതിന് വേണ്ട ആളുകള്, അങ്ങനെ ഒരുപാട് വില വരും.
ഹോസ്പിറ്റലിന് ചെലവ് കൂടുതലായിരിക്കും. പക്ഷേ ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞ എങ്ങനെയാണ്? കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ്. നമുക്ക് അധികം പൈസ വരില്ല. ഓക്കെ. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോ ഇപ്പൊ എല്ലാവരും നമ്മള് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മള് അങ്ങോട്ട് ഓർഡർ കൊടുക്കുക അല്ലെ, ഒന്നും അറിയണ്ട. അവര് എത്ര രൂപ പറയുന്നത് വെച്ചാൽ ആ പൈസ അങ്ങ് കൊടുത്താൽ മതി. നമ്മൾ ചിലപ്പോ നമ്മുടെ വീട്ടിൽ ചെയ്ത് വരുമ്പോ അതിനേക്കാൾ കൂടുതൽ റേറ്റ് ആവൂലേ? സാധനങ്ങൾ വാങ്ങണം, പാചകക്കാരെ നിർത്തണം, അതിന് ഉള്ളിൽ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളത് നമ്മൾ വാടകയ്ക്ക് എടുക്കണം അല്ലേ? അപ്പൊ ഗ്യാസ് ചെലവ് വരും. അപ്പൊ അങ്ങനെ ചിലപ്പോ നമ്മൾ ചെയ്യുമ്പോ എന്താ കുറെ ചെലവ് വരും. അത് സെയിം തന്നെ, നമ്മൾ ചെയ്യുമ്പോ കുറച്ച് പൈസ കൂടുതൽ വരാം ചിലപ്പോ. എന്നാൽ ഇത് നമ്മൾ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഒരു ഇലക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞൊക്കെ നമുക്ക് തരുമ്പോ ചിലപ്പോ നമ്മൾ ചെയ്യുന്നേക്കാളും കുറവേ വരുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സോഴ്സിംഗിന്റെ മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. അടുത്ത നോക്കിയേ, ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. ഇൻക്രീസ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമത. പ്രൊഡക്ടിവിറ്റി എന്താണ്? ഉൽപാദനക്ഷമത. എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി കണ്ടോ? കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ഓഫ് അവർ ഫെസിലിറ്റീസ്, നമ്മുടെ ഫെസിലിറ്റീസിന്റെ കാര്യക്ഷമതയും പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമതയും ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അടുത്ത് നോക്കിയ മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നൽകിയ ആ പരിചരണത്തിന്റെ മെച്ചപ്പെട്ട നിലവാരം. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആ കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അത് മൂന്നുമാണ് അഡ്വാൻറ്റേജസ്. അതും ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. പിന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ഔട്ട്സോഴ്സിംഗിന് കൊടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റർ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ 6 പോയിന്റ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്തിട്ടാട്ടോ. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള സെക്ഷനുകളൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തി തന്നെ കേട്ടോ. നോക്കി വെക്കുക. ഇത് തന്നെ ഇപ്പൊ എക്സാമിന് വന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഈ സെക്ഷനുകളൊക്കെ നിങ്ങളൊന്ന് കവർ ചെയ്യണം. ഇതാണ് പ്രത്യേകം നോട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇപ്പൊ നിങ്ങൾ എക്സാമിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അധികം റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ 4th മൊഡ്യൂൾ ഓൾറെഡി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയില്ല അല്ലെ? എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അധികം റിവൈസ് ചെയ്തതല്ല. 3rd മൊഡ്യൂളിൽ കുറച്ച് നാളായില്ലേ നമ്മളത് കഴിഞ്ഞിട്ട്. അപ്പൊ അത് റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അത് ആൾക്കാരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാണ്. ഇനി നോക്കിയേ, നമുക്ക് ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിലെ ലിനൻ തുണിത്തരങ്ങളെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. അത് നമുക്ക് 4 രീതിയിലാണ് അവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് നോക്കിയേ, ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ പർപ്പസ്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കിയേ. ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത് കർട്ടനുകള്. ഹോസ്പിറ്റലിലെ പല കർട്ടനുകളില്ലേ? കർട്ടൻ, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. ഇതെല്ലാം ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നതാണ്. ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ജനറൽ പർപ്പസ് ലിനൻ? ഏതൊക്കെ വരുന്നേ? കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. ഓക്കെ. രണ്ടാമത്തെ നോക്കിയേ, പേഷ്യന്റ് ലിനൻ. പേഷ്യന്റ് ലിനൻ അപ്പൊ പേഷ്യന്റിന്റെ തുണിത്തരങ്ങളായിരിക്കും അല്ലെ? എന്തൊക്കെയാ വന്നേന്നൊക്കെ? പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺ, കോട്ട്സ് എക്സെട്ര. പേഷ്യൻസിന് ഇടാനുള്ള ഡ്രസ് ഉണ്ടല്ലോ അല്ലേ? അത് ഗൗൺസുകള്, കോട്ടുകള്, ഇതെല്ലാം പേഷ്യന്റ് ലിനനിൽ വരുന്നതാണ്. ഇനി നോക്കിയ മൂന്നാമത്തെയാണ് വാർഡ് ലിനൻ. ഏതൊക്കെയാ? ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ് ലൈക്ക്. വാർഡുകളിൽ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് ഏതൊക്കെയാ? ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവർ എക്സെട്ര. ഇതൊക്കെ ഏതാണ്? വാർഡ് ലിനനിൽ വരുന്നത്. ഏതൊക്കെയാണ് വാർഡ് ലിനനിൽ വരുന്നത്? ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ് ലൈക്ക് ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവർ എക്സെട്ര. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, നാലാമത്തെ എന്ന് പറഞ്ഞ OT, ഓപ്പറേഷൻ തിയേറ്ററില് ലേബർ റൂം.
പ്രൊസീജിയർ റൂം ലിനൻ ഉണ്ടോ, സർജിക്കൽ. അപ്പൊ അവിടെയൊക്കെ ഏതാ സർജിക്കൽ ഗൗൺസ്, സ്ക്രബ് സ്യൂട്ട്സ്, ഗൗൺ ക്യാപ്പ്. സ്ക്രബ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഈ ഈ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ക്ലോത്തിങ് ആട്ടോ. നമ്മുടെ ക്ലോത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ദാറ്റ് എ മെഡിക്കൽ പ്രൊഫഷണൽ വിയർ ടു പ്രൊട്ടക്ട് ദെയർ ക്ലോത്ത്സ് ഫ്രം ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടി, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. നമ്മുടെ നോർമൽ ഡ്രസ് അല്ല, അതിന്റെ പുറത്തിടുന്നതാണ് സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്ക്രബ് സ്യൂട്ട്സ്, ഗൗൺ ക്യാപ്പ്, ഇതെല്ലാം ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ലേബർ റൂം, പ്രൊസീജിയർ റൂം ഇതിനെല്ലാം വരുന്നതാണ്. ഇതിനകത്ത് ചോദിക്കാം, ലിനനിൽ 4 ടൈപ്പ് പറയുന്നത്. ജനറൽ പർപ്പസ് ലിനൻ ഉണ്ട്, പേഷ്യൻ ലിനൻ ഉണ്ട്, വാർഡ് ലിനൻ ഉണ്ട്. ഇത് സർജിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ഇങ്ങനെയുള്ളിടത്തൊക്കെ ഉള്ള ലിനൻ തുണിത്തരങ്ങള്. അപ്പൊ അങ്ങനെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഓരോന്നിലും ഉൾപ്പെടുന്നവ ഏതല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പേഷ്യൻ ലിനനില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? Which of the following is included in patient linen? അങ്ങനെ ചോദിക്കാം. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നോക്കിയേ, health care, laundry procedure and disinfecting are very important to infection control and prevention of spread of disease. ഇനി എന്തിനാ നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് ഈ ലോണ്ട്രി പ്രൊസീജിയർ നടത്തണേ? തുണികളൊക്കെ എല്ലാ ദിവസവും എടുത്ത് ക്ലീൻ ചെയ്ത് അലക്കി ഡിസിൻഫെക്ഷൻ ഒക്കെ നടത്തി നമുക്കത് അയൺ ചെയ്ത് മടക്കിയൊക്കെ നമുക്ക് എല്ലാ ദിവസവും എന്തിനാ ഒരു പ്രോപ്പർ ലോണ്ട്രി പ്രൊസീജിയർ നടത്തുന്നത്? എന്തിനാ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? എന്തിനാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്. ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട്, തടയുന്നതിനും ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അതാണ് ഈ ലോണ്ട്രി പ്രൊസീജിയറിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് അത് പ്രിവെന്റ് ചെയ്യാൻ. പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് prevention of spread of disease. Clear alle? It is very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. Okay, it is very important. വളരെ പ്രാധാന്യമുണ്ട് എന്താ? To establish and carry out healthcare laundry guidelines. ഒരു ഹെൽത്ത് കെയർ ലോണ്ട്രി ഗൈഡ്ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം നമുക്ക് വേണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ് വേണം അല്ലെ? എന്തിനു വേണ്ടിയാ? To make sure that the staff have the right to protection and safety. അല്ലെ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള ഈ തുണിത്തരങ്ങളിലൊക്കെ ഇൻഫെക്ഷസ് ഏജൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ കൈകാര്യം ചെയ്യലൊക്കെ എന്ന് പറഞ്ഞ ഒരു റിസ്ക് ഉള്ള ജോലി തന്നെയാണ് അല്ലെ? അത് അവരെടുക്കുമ്പോ ചിലപ്പോ അവർക്ക് അതിൽ നിന്ന് ആ തുണികളിൽ നിന്ന് വേണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഇൻഫെക്ഷൻ വരാം അല്ലെ? അപ്പൊ അവർക്ക് അത് വരാതെ ഇരിക്കാൻ കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, അവർക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം നടപ്പിലാക്കുക, സ്ഥാപിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട്? ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെ? പ്രൊട്ടക്ഷനും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ആ സ്റ്റാഫ്, അതായത് ആ സ്റ്റാഫ് അവിടെ മലിനമായിട്ടുള്ള തുണികളൊക്കെ അല്ലേ കൈകാര്യം ചെയ്യുന്ന, ഇൻഫെക്ഷസ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന. അപ്പൊ അവരത് എടുത്ത് വാഷ് ചെയ്യാനാണെങ്കിലും അവരത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ തുണിത്തരങ്ങളിൽ നിന്ന് അവരിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാം അല്ലെ? അപ്പൊ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ, ശരിയായിട്ടുള്ള പ്രൊട്ടക്ഷനും സേഫ്റ്റിക്കും സുരക്ഷിതത്തിനും വേണ്ടിയിട്ട് ഒരു ലോണ്ട്രി, ഹെൽത്ത് കെയർ ലോണ്ട്രി ഗൈഡ് ലൈൻസ് സ്ഥാപിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട്. കോമൺ പ്രാക്ടീസസ് ആണ് എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തേക്കുന്നത്, സ്റ്റാഫുകൾ എന്തൊക്കെയാണ്. അപ്പൊ ആ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ആ ഇതിനകത്ത് വരുന്നതാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റാഫുകൾ എന്തൊക്കെ ചെയ്യാം? യൂസ് ഓഫ് PPE. PPE എന്താ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. അത് ധരിക്കുക, അത് ഉപയോഗിക്കുക. Bags to collect stained linen. ഇനി സ്റ്റെയിൻഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യാൻ എങ്ങനെയാ? ബാഗ്സ് യൂസ് ചെയ്യുക, ബാഗുകളിൽ ഉപയോഗിക്കുക.
നമ്മൾ കൈ കൊണ്ടൊക്കെ എടുത്തോണ്ട് കയ്യിലൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴേ ചിലപ്പോ ഇൻഫെക്ഷൻ ഡയറക്റ്റ് അവരിലേക്ക് വരാലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടിട്ട് ആ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യാനായിട്ട് ബാഗ് തന്നെ അവർ ഉപയോഗിക്കുക. അപ്പൊ ബാഗിലേക്ക് അത് നേരെ ഇടുക. നമ്മുടെ കയ്യിലൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. പിന്നെ അടുത്ത് നോക്കിയേ, സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലിനൻ ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. അടുത്ത് നോക്കിയേ, സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. സ്റ്റെയിൻഡ് ആയിട്ടുള്ള, മലിനമായിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള നമ്മള് ആ തുണികളൊക്കെ അലക്കാനൊക്കെ ഇടൂലേ, അപ്പൊ അതെങ്ങനെ സ്റ്റോർ ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇൻഫെക്ഷൻസ് കൂടുതലുള്ളതുണ്ടെങ്കിൽ അത് വേറെ. നമ്മൾ അങ്ങനെയല്ല, അലക്കാനൊക്കെ എടുക്കുമ്പോ എല്ലാ തുണിയും കൂടി ഒരുമിച്ച് വാരിയിടുകയല്ലോ ചെയ്യുന്നേ, അല്ലെ? ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിടും. അപ്പൊ ഒത്തിരി അഴുക്ക് പിടിച്ചാൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ അംശമുള്ളത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെയൊക്കെ ഉള്ളത് സോർട്ട് ചെയ്യും അല്ലെ. അതാണ് ഓരോന്നും അവർ തരംതിരിക്കും. സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒത്തിരി മലിനമായിട്ടുള്ളത് സ്റ്റോർ ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ളത് അധികം ഇതില്ലാത്തതൊക്കെ എന്ത് ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, സെപ്പറേറ്റ് ചെയ്യും. പെർഫോം ഹാൻഡ് ഹൈജീൻ. പിന്നെ എന്താ, ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യണം. ഹാൻഡ് ഹൈജീൻ എന്താണ്? ഹാൻഡ് ഹൈജീനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അവിടെ. ഹാൻഡ് ഹൈജീനിൽ എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? വാഷിംഗ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചില്ല നമ്മളവിടെ, കൈയുടെ സംരക്ഷണത്തിന്. വെരി ഗുഡ്, ഗ്ലൗസ് ധരിക്കുക അല്ലെ. അപ്പൊ അതൊക്കെ എന്താ, ഹാൻഡ് ഹൈജീനിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാ അല്ലെ. അപ്പൊ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കൈകള് വാഷ് ചെയ്യുക, പിന്നെ അതുപോലെ ഗ്ലൗസ് ധരിക്കുക, സാനിറ്റൈസ് ചെയ്യുക, ഇതെല്ലാം അങ്ങനെയുള്ളത് ചെയ്യുക. അടുത്ത് നോക്കിയാൽ ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രോപ്പർ ആയിട്ട് ഈ തുണിത്തരങ്ങളൊക്കെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നിവയെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഒന്നും അറിയില്ലാത്ത ആളുകൾ ആകുമ്പോ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല അല്ലെ. അപ്പൊ അവർക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാം അല്ലെ, എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡ്ലിംഗ് കൈകാര്യവുമായി ബന്ധപ്പെട്ട് ആ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ട്രെയിനിങ്ങും കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്റ്റാഫിന്റെ ശരിയായ പ്രൊട്ടക്ഷനും സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ചെയ്യാം? PPE ധരിക്കുക, ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യാനായിട്ട് ബാഗുകൾ ഉപയോഗിക്കാം, ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനും ക്ലീൻ ആയിട്ടുള്ള ലിനനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം, അത് സോർട്ട് ചെയ്യാം. പിന്നെ ഹാൻഡ് ഹൈജീൻ നിർവഹിക്കുക. പിന്നെ എന്താ പറഞ്ഞേക്കണ, പ്രോപ്പർ ആയിട്ട് ലോണ്ടറി കൈകാര്യം ചെയ്യാനായിട്ട് ആ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകളും കൊടുക്കാം. പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് പ്രോസസ്സിംഗ് കേട്ടോ. പ്രോസസ്സിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ലിനൻ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? കണ്ടോ, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പഠിക്കണം കേട്ടോ. അത് എക്സാമിന് അതിന്റെ ഓർഡർ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അത് ആദ്യം ആ സ്റ്റെപ്പുകൾ നോക്കാം കേട്ടോ. ഇവിടെ 4 സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. നോക്കിയേ, ഫസ്റ്റത്തെ എന്താ? പ്രോസസ്സിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. നമുക്കറിയാവുന്നതാ, നമ്മൾ കഴുകാറൊക്കെ ഉള്ളതല്ലേ, അതിന്റെ കുറെയൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെ വരുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സോർട്ടിങ്. അതിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നു. ഓരോന്നും സോർട്ട് ചെയ്യുന്നു, അടുക്കി തരംതിരിച്ച് അടുക്കി വെക്കുന്നു. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സോർട്ടിംഗ് ആണ്. യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റഡ്. കണ്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഉപയോഗിച്ചിട്ടുള്ള യൂസ്ഡ് ലിനൻ, അതായത് മലിനമായിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ എന്ത് ചെയ്യും? ആദ്യം സെപ്പറേറ്റ് ചെയ്യും. ഒരുമിച്ച് മിഷനിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്, ആദ്യം സെപ്പറേറ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നേ?
വാഷിംഗ് മെഷീനിൽ എല്ലാം കൂടി അല്ലല്ലോ നമ്മൾ ഇടുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതല്ലേ, വൈറ്റ് ഉള്ളത് വേറെ, നല്ല ഡ്രസ്സുകൾ വേറെ, നൈറ്റിക്ക് ഇടുന്നത് വേറെ, തീരെ മുഷിഞ്ഞ ഡ്രസ്സ് വേറെ, അല്ലെങ്കിൽ കുട്ടികളുടെ വേറെ. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ ആദ്യം തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Linen trained with the body fluid should be kept separately. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അങ്ങനെ ഉള്ള ലിനൻ, അങ്ങനെയുള്ള തുണിത്തരങ്ങള്, ചേഞ്ച് ആയിട്ടുള്ള മലിനമായിട്ടുള്ള തുണിത്തരങ്ങള് കെപ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അത് ഇതിന്റെ കൂടെ ഇടൂല, അത് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ബാക്കിയുള്ള പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന ആ തുണിത്തരങ്ങള് സോർട്ട് ചെയ്യും ആദ്യം, അതിനെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഇനി അടുത്ത് നോക്കി, സ്ലൂസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഇൻഫെക്റ്റഡ് ഓർ stained linen after soaking in 0.5% bleaching solution for 30 minutes. Should be washed with the water and detergent before washing. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സ്ലൂസിംഗ് എന്ന് വെച്ചാൽ കഴുകുക, അല്ലെ അതിനെ അരിക്കുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആട്ടെ, കഴുകുക. ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഇൻഫെക്റ്റഡ് ഓർ stained linen. ഇനി മലിനമായിട്ടുള്ള ലിനൻ നേരെ കഴുകുകയല്ല ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യും, ഡിസ്ഇൻഫെക്റ്റന്റ്, ആ ഒരു ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യും. അതായത് ഡിസ്ഇൻഫെക്റ്റന്റ് ഇല്ല നോക്കി, ആഫ്റ്റർ സോക്കിംഗ് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ. നമ്മൾ ഒത്തിരി കറയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കരിമ്പനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തൊന്ന് കുറച്ചു നേരം അലക്കണേക്കായി മുന്നേ ബ്ലീച്ചിലൊക്കെ ഇട്ട് വെക്കാറില്ലേ നമ്മള്? 30 മിനിറ്റ് എന്നാ അവിടെ പറഞ്ഞേക്കുന്നത്, വാഷ് ചെയ്യണേന് മുന്നേ അല്ലേ? ഓക്കെ, സോക്ക് ചെയ്ത് വെക്കും. അത് ബ്ലീച്ചിങ് സൊല്യൂഷനില് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഫോർ എത്ര സമയത്തേക്ക്? 30 minutes, 30 മിനിറ്റത്തേക്ക് അത് വെക്കും. ബി വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ബിഫോർ വാഷിംഗ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് വെറുതെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെഷീനിലേക്ക് ഇട്ട് വാഷ് ചെയ്യുന്നത്, അല്ലെ? And washed with water and detergent before washing. വാഷിങ്ങിന് മുമ്പ്. ഇവിടെ വാഷിംഗ് എന്ന് പറഞ്ഞ എന്താ വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നതിന് മുന്നേ നമ്മള് സോപ്പോ ഡിറ്റർജന്റ് വാട്ടർ ഡിറ്റർജന്റ് ഉപയോഗിച്ച് ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്യും. എന്നിട്ടാണ് വാഷിംഗ്, അതായത് മെഷീനിലേക്ക് അത് ഇടണത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത കേട്ടോ. 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ 30 minutes സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? The soiled linen should be bundled and an entry should be made. Soiled linen bundled എന്ന് വെച്ചാൽ എന്താ? അത് കെട്ടുകളായിട്ട്, ആ സോയിൽഡ് ആയിട്ടുള്ള ഇതിനെ ഇങ്ങനെ ബണ്ടിലാക്കി അത് ഈ കെട്ടുകളായിട്ട് അത് അവിടെ വെക്കും. എന്നിട്ടാണ് അത് ഇങ്ങനെ ചെയ്യുന്നത്, എൻട്രി അത് ആ ഇത് പ്രോസസ് ചെയ്യുക. ഓരോന്നും തിരിച്ച് ഓരോ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അത് ആദ്യം പറഞ്ഞതൊക്കെ തന്നെയാണ്. The infected linen should be accounted for and handed over separately. The infected linen should be accounted for and handed over separately. പ്രത്യേകം അത് നമ്മുടെ ഇൻഫെക്റ്റഡ് ലിനൻ ഒരുമിച്ച് ഒറ്റയിലാക്കുകയല്ല ചെയ്യുന്നത്, അത് പ്രത്യേകം എന്ത് ചെയ്യുന്നു, അങ്ങനെ അത് എന്നിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഫോർ ഹാൻഡഡ് ഓവർ സെപ്പറേറ്റ്ലി, അതായത് ഓരോന്നും പ്രത്യേകം മാറ്റി വെക്കും. At this stage, the linen should also be inspected for tears and damage. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഇൻസ്പെക്ടഡ്, പരിശോധന നടത്തും. എന്തെങ്കിലും കീറിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ആ സമയത്ത്, സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവര് പരിശോധിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ ബെഡ്ഷീറ്റോ പില്ലോ കവറോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കോട്ടുകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ അത് കീറിയുന്നുണ്ടെങ്കിൽ അല്ലേ, കീറിയതോ ഡാമേജ് ആയിരുന്നാണെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലാത്തതാണ്, പിന്നെ വെറുതെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പൊ ഡാമേജ് ആയിട്ടുണ്ടോ കീറിയിട്ടുണ്ടോ അതിനെയൊക്കെ നമ്മൾ അത് പ്രത്യേകം ഇൻസ്പെക്ട് ചെയ്യും, അത് പരിശോധിക്കും. ഇനി മൂന്നാമത്തേൽ പറഞ്ഞേക്കുന്നത് എന്താ? വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്. വാഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കഴുകുക, എക്സ്ട്രാക്റ്റിംഗ് എന്ന് വെച്ചാൽ അതിനെ വേർതിരിക്കുക, കണ്ടീഷനിങ് എന്ന് വെച്ചാൽ എന്താ? കണ്ടീഷനിങ് ചിലതൊക്കെ നമുക്ക് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണം. നമ്മള് മുക്കാറില്ലേ, കശേലൊക്കെ മുക്കാറില്ലേ നമ്മള്?
സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടി ഷർട്ടൊക്കെ അല്ലെ, യൂണിഫോംസ് ഒക്കെ, നമ്മുടെ സാരിയൊക്കെ അല്ലെ, എന്തിലാണ് നിങ്ങൾ നോക്കുന്നേ, ഇങ്ങനെ കണ്ടീഷനിങ് ചെയ്യുന്നേ? കഞ്ഞിവെള്ളത്തിൽ മുക്കും. ഓക്കെ, സ്റ്റിഫ് ആയിട്ടിരിക്കും അല്ലെ, നല്ല കട്ടിയായിട്ടിരിക്കും. പിന്നെ സ്റ്റിഫ് ആൻഡ് ഷൈൻ. ഓക്കെ, സ്റ്റിഫ് ആൻഡ് ഷൈനിൽ മുക്കും. സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ചെയ്യുന്ന ഇത്. അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു, വാഷ് ചെയ്തു, അത് അതിൽ മുക്കും. പശയാണെ പശ, അങ്ങനെ എന്താന്ന് വെച്ചാൽ സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടിയുള്ളത്. എന്നിട്ട് അത് അയൺ ചെയ്യും അല്ലെ, എന്നിട്ട് അത് തേക്കും. The linen should be washed, take out the conditioner and the iron by the laundry staff. അപ്പൊ വാഷ് ചെയ്ത് നമ്മുടെ കണ്ടീഷണർ അത് സ്റ്റിഫ് ആയിരിക്കാൻ അതിന് വേണ്ട എന്തെങ്കിലും സൊല്യൂഷനിൽ മുക്കി അത് അയൺ ചെയ്തതൊക്കെ ആരാണ്? ലോണ്ടറി സ്റ്റാഫുകൾ തന്നെയാണ് അല്ലെ. ഇൻഫെക്ഷൻ ലിനൻ ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. പിന്നെയും പറഞ്ഞേക്കാം കേട്ടോ, ഇടയ്ക്ക് പോൾസ് വീണ്ടും അങ്ങനെ പറയണേ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ നമ്മൾ പ്രത്യേകം വാഷ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. Infected linen should be washed separately. Separate ചെയ്തിട്ട് വേണം അത് വാഷ് ചെയ്യാനായിട്ട്. സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഒരുമിച്ച് അത് അങ്ങനെ വാഷ് ചെയ്യണം. ഇതിന്റെ കൂട്ടത്തിൽ ഇടാൻ പാടില്ല, അത്രേ ഉള്ളൂ. Pressing and folding. The pressed and folded clean linen should be stored in the dry place called racks. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? അയൺ ചെയ്ത് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്തു അത് കറക്റ്റ് ആയിട്ട് മടക്കി വെക്കും. എന്നിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യും? ഒരു ഡ്രൈ പ്ലേസ് ഓൺ റാക്സ്. റാക്ക് നമ്മൾ ഈ ലോണ്ടറി സർവീസ് അവിടത്തെ തന്നെ ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിയിട്ടുള്ള ഡ്രൈ, പിന്നെ നനവൊന്നും പാടില്ല അല്ലെ, ഡ്രൈ ആയിട്ടുള്ള റാക്കി തന്നെ അവരത് അവിടെ കീപ്പ് ചെയ്യും. ഓക്കെ. Clean linen should be shifted, transported on the clean trolley to various areas. ഇനി ഇത് എങ്ങനെയാ ഷിഫ്റ്റ് ചെയ്യുന്നേ? Clean linen should be shifted, transported on a clean trolley. കണ്ടോ, ക്ലീൻ ട്രോളി, വൃത്തിയുള്ള ഡ്രൈ ആയിട്ടുള്ള ട്രോളിയിലാണ് അത് പല ഏരിയയിലേക്ക് അത് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. Clean linen should be shifted, transported on a clean trolley to various areas. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നോക്കി വെച്ചോട്ടെ നിങ്ങൾ. പ്രോസസിങ് സോൾട്ട് ലിനൻ എന്നുള്ളത് ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മള് സോർട്ടിങ് മുതലാ പറഞ്ഞേ അല്ലെ. സോർട്ടിങ് ആദ്യം അതിനെ സോർട്ട് ചെയ്യുന്നു, അതിനെ വേർതിരിക്കുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അടുത്ത സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. സ്ലൂസിങ് വെച്ച് കഴുകുക, ഡിസ്ഇൻഫെക്റ്റന്റ് നടത്തുന്നു. ഇപ്പൊ ഡിസ്ഇൻഫെക്റ്റന്റില് ഏതെങ്കിലും മുക്കി വെക്കുകയോ ബ്ലീച്ചിലൊക്കെ മുക്കി വെക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതൊന്ന് കഴുകി കളയും അല്ലെ. വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, അതിനെ വേർതിരിച്ചെടുത്തും കഴുകി അതിന് വേർതിരിക്കും. അടുത്ത് പറഞ്ഞേക്കണ കണ്ടീഷനിങ്, അതിനെ സ്റ്റിഫ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷനിങ് ചെയ്യും. പിന്നെ അത് അയൺ ചെയ്യും, തേക്കും. പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്, പ്രസ് ചെയ്യും, ഫോൾഡ് ചെയ്യും. കണ്ടോ, അത്രയുമാണ് ആ പ്രോസസ് സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തേക്കണേ കേട്ടോ. ഇതൊന്ന് നോക്കി വെച്ചേരെ കേട്ടോ, ഫ്ലോ ചാർട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കിയേ, സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, അതിനുശേഷം വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. ഫോൾഡിങ് വരെ സോർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റത്തെ സോർട്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അല്ലേ. പ്രസ്സിങ് എന്ന് വെച്ചാൽ എന്താ? പ്രസ് മടക്കുമ്പോ അത് പ്രസ് ചെയ്യാന്നുള്ളൊരു മീനിങ് ഉള്ളൂ കേട്ടോ. ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്യാന്നുള്ളത് അത് അവര് നല്ല അടക്കി നല്ല ഇതായിട്ടല്ലേ വെച്ചേക്കുന്നേ. മടക്കി അങ്ങനെ പ്രസ് ചെയ്യാതെ ചെയ്യിക്കാന്നാണ്, അതല്ല അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അയൺ ചെയ്തിട്ടേ നമ്മള് തുണിയൊക്കെ തേച്ചിട്ട് മടക്കിയിട്ട് അത് ഒരുമിച്ച് ഇങ്ങനെ വെക്കൂലേ, ഒരുമിച്ച് എന്താ പറയാ, കോട്ടുകളൊക്കെ ആടിങ്ങനെ ഒരുമിച്ച് അടക്കി വെക്കും. അടക്കി വെക്കും, മടക്കി നമ്മൾ അത് ഒതുക്കി വെക്കും അല്ലേ. എല്ലാരും ഇപ്പൊ അളക്കി തേച്ച ഡ്രസ്സുകളൊക്കെ നമ്മൾ എല്ലാം ചിരിച്ചിതറിയാണ് ഇടുന്നത്.
ചിന്നിച്ചിത്രയാണോ? അതപ്പോ ഓരോന്നും തേച്ച് വെക്കുമ്പോൾ അതിന്റെ മുകളിലാക്കി നമ്മൾ അടുക്കി അടുക്കി വെക്കും. അത് തന്നെ കേട്ടോ. പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ഇനി അടുത്ത നോക്കിയേ, ഇതും ചോദിക്കാറുണ്ട്. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. കണ്ടോ, ഈ ലോണ്ടറി സർവീസിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. Commonly used equipments in a typical laundry. ഏതൊക്കെ equipments ആണ് ഉപയോഗിക്കുന്നത് നോക്കിയേ? വാഷിംഗ് മെഷീൻ, കഴുകാനായിട്ട് വാഷിംഗ് മെഷീൻ വേണ്ടേ? ഹാൻഡ് ഡ്രയർ, അയൺ ചെയ്യാൻ. ഡ്രയർ, ഉണക്കാനായിട്ട്. ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, അത് ഓരോ ഏരിയയിലേക്ക് വിതരണം ചെയ്യാനായിട്ട് ട്രോളി വേണം, വിതരണം നടത്താൻ ട്രോളി. എയർ കംപ്രസർ. Then sewing machine, സീം വെച്ച് തയ്ക്കാനുള്ള മെഷീൻ, എക്സെട്ര. തയ്ക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് എന്തെങ്കിലും കീറിയതോ തുന്നൽ വിട്ടതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ നമ്മളത് കഴുകി നമ്മളത് തയ്ച്ചിട്ട് പിന്നെ അത് കൊടുക്കുള്ളൂ. പിന്നെ ആ കീറിയത് അങ്ങനെ തന്നെ ഇല്ല. സ്റ്റിച്ചൊക്കെ വിട്ടതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തയ്ക്കും. ഓക്കെ. Etc. are some of the commonly used equipments in a laundry. അത്രയും കാര്യങ്ങളാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വാഷിംഗ് മെഷീൻ ഉണ്ട്, ഹാൻഡ് ഡ്രയർ ഉണ്ട്, ഡ്രയർ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി ഉണ്ട്, ഒരു എയർ കംപ്രസർ ഉണ്ട്, സീയിങ് മെഷീൻ ഉണ്ട്. ഇത്രയും എക്യുപ്മെന്റ്സുകൾ നമ്മൾ ലോണ്ടറിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്ത വീണ്ടും പറഞ്ഞേക്കാണ്. സോയിൽ ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി handling is very vital for a safety and a well-being of the patients. അതൊന്ന് കറക്റ്റ് ചെയ്തേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ നോക്കിയേ? പേഷ്യൻസ് ആണോ? പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് അല്ലെ? നമ്മളൊരു നല്ലൊരു ലോണ്ടറി അല്ല, പേഷ്യൻസ് എന്നാണ് കേട്ടോ. PATIENTS. ഒരു നല്ലൊരു ലോണ്ടറി ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ്. വൈറ്റൽ, ഈസ് വെരി വൈറ്റൽ, വളരെ സുപ്രധാനമാണ്. ഫോർ ദ സേഫ്റ്റി, എന്തിന്? സുരക്ഷയ്ക്കും, ആൻഡ് വെൽബീയിങ്, ക്ഷേമത്തിനും. സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ആർക്കടെ? പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും വേണ്ടേ? നമ്മള് ഈ സോയിൽഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ആ പേഷ്യൻസിനും സ്റ്റാഫിനൊക്കെ അത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർക്ക് ദോഷല്ലേ അല്ലെ? അപ്പൊ അവർക്കുടെ സേഫ്റ്റിക്ക് ഒരു നല്ല രീതിയിൽ ഈ ഇങ്ങനെ മലിനമായിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത്രയും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിലോ അതിൽ കൂടെ വീണ്ടും ഇൻഫെക്ഷൻ വരാം. പേഷ്യൻസിനാണെങ്കിലും സ്റ്റാഫിനാണെങ്കിലും ഇൻഫെക്ഷൻ വരാം. ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ പോലുള്ള ഇൻഫെക്ഷൻസ് വരാം. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. Linen that come in contact with the workers or individual can become contaminated with the injurious microorganisms and body fluids. Linen that comes in contact with the workers, അല്ലെ? അവിടുത്തെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അവര് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ അവർക്കടെ എന്തെങ്കിലും ഒരു ഇഞ്ചുറീസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ആ ഡ്രസ് ഐറ്റംസിലേക്ക് ആവുമല്ലോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE must be worn when infection is handled. ഒന്ന് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. Personal protective equipment must be worn. അപ്പൊ ഇത് ഇങ്ങനെയുള്ള തുണിത്തരങ്ങള് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ധരിക്കണം? അതെടുക്കുന്ന സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE ധരിക്കണം. മസ്റ്റ് ബി വോൺ, തീർച്ചയായിട്ടും ധരിക്കണം. വെൻ ഇൻഫെക്ഷൻ ഈസ് ഹാൻഡിൽഡ്, ഇൻഫെക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം. All infected linen must be washed separately to other items. എല്ലാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനും എങ്ങനെ? must be washed
തീർച്ചയായിട്ടും വാഷ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെ, മറ്റുള്ളതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്യണം. അത് വീണ്ടും വീണ്ടും ഇടയ്ക്ക് ആ പോയിന്റ്സ് പറയുന്നുണ്ട് കേട്ടോ. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്ഷൻസ് ഉള്ള ലിനൻ തുണിത്തരങ്ങള് മറ്റുള്ളതിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല. അത് പ്രത്യേകം അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ഇനി അത് വേറെ മാറ്റി തന്നെ വാഷ് ചെയ്യണം. must be washed separately to other item. മറ്റുള്ള ഐറ്റത്തിൽ നിന്നും ഒക്കെ മാറ്റി അത് ഇൻഫെക്റ്റഡ് ലിനൻ പ്രത്യേകം വാഷ് ചെയ്യണം. ഇനി നോക്കിയേ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്ടേഴ്സ്. അപ്പൊ അവിടെ പിപിയുടെ കാര്യം ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇൻഫെക്ഷസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ സ്റ്റാഫുകള് എന്ത് ചെയ്യണം, PPE, എല്ലാ പേഴ്സണൽസും അടുത്ത ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സ്റ്റാഫുകളും PPE ധരിക്കണം. ഇൻഫെക്റ്റഡ് ലിനൻ മറ്റുള്ളതിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല. മറ്റുള്ള ഐറ്റത്തിൽ നിന്നും അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അത് വാഷ് ചെയ്തെടുക്കാൻ. What are the different types of laundry collected? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതും ഈ ഒരു സെക്ഷനിൽ ഒരു ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട് എക്സാമിന്. What are the different types of laundry located? പിന്നെ ഈ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് മാത്രം പഠിക്കാനും കൂടി അല്ല കേട്ടോ. ഇത് എന്തായാലും ഒന്ന് നോക്കി വെക്കണം. ബാക്കിയും കൂടി നിങ്ങളൊന്ന് വായിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഇതിനൊക്കെ നമ്മൾ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ഈ ഏരിയയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഇത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ക്വസ്റ്റ്യൻസ് വന്നതും ഉണ്ടാവും. കാരണം ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ ഈ സെക്ഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം കാണാറുള്ള ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ നോക്കി, ഏതൊക്കെയാണ് പലതരത്തിലുള്ള ലോണ്ടറി കളക്ട് ചെയ്യുന്ന ഏതൊക്കെയാ? പലതരത്തിൽ പറയുന്നത് യൂസ്ഡ് ലിനൻ. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിച്ച തുണിത്തരങ്ങൾ. അടുത്ത നോക്കി, സോയിൽഡ് ലിനൻ, മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ. അടുത്തത് മൂന്നാമത്തെ ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്ഷൻസ് ഉള്ള തുണിത്തരങ്ങൾ. അടുത്തതാണ് തിയേറ്റർ ലിനൻ. കണ്ടോ? അപ്പൊ അങ്ങനെ 4 ടൈപ്പിൽ നമ്മളൊക്കെ ക്ലാസിഫൈ ചെയ്യാം. നമ്മളുടെ ലോണ്ടറി സർവീസ് കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളെ, ലിനനെ നമുക്ക് 4 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് പേരുകൾ നോക്കിയേ? യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. കിട്ടിയോ 4 എണ്ണം? യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. ഓക്കെ, യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ but is not apparently changed. അതായത് apparently എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രത്യക്ഷത്തില് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോ, പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോ അത് ടൈംഡ് അല്ല. അതായത് നമ്മൾ നേരെ നോക്കൂലേ, നേരെ നോക്കുമ്പോ നമുക്ക് എന്താ പറയാ, അതിനകത്ത് അധികം അഴുക്കോ അല്ലെങ്കിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് അങ്ങനെയുള്ളതൊന്നും നേരെ കാണാൻ പറ്റില്ല. പക്ഷെ കുഷിഞ്ഞതാണ്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? യൂസ്ഡ് ലിനൻ അത് ഉപയോഗിച്ചതാണ്. ബെഡ്ഷീറ്റ് എക്സാമ്പിൾ, പില്ലോ, അതൊക്കെ എല്ലാ ദിവസവും മാറ്റൂലേ. അതിനകത്ത് വേറെ ഒന്നും അഴുക്കായില്ലെങ്കിലും അവര് ഡെയിലി അത് മാറ്റുന്നതാണ്. അത് ഉപയോഗിച്ച ലിനനാണ്. ഇപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സ് ആണെങ്കിലോ അതെ അല്ലെ, എല്ലാ ദിവസവും നമ്മൾ ഡ്രസ്സ് മാറ്റും. പക്ഷെ എല്ലാ ദിവസവും ഡ്രസ്സിൽ വേറെ അഴുക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. ജനറൽ ലിനനൊക്കെ ക്ലാസിഫിക്കേഷൻ അല്ലേ? ഏതാണ് ഇവിടെ നമ്മൾ മുകളിൽ ഇത് പറഞ്ഞതാണോ? അത് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. അത് ശ്രദ്ധിച്ചേ. മുന്നേ പറഞ്ഞത് എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. കണ്ടോ? ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. ജനറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന തുണികളുണ്ട്, പേഷ്യന്റ് ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളുണ്ട്, വാർഡിലുള്ള തുണിത്തരങ്ങളുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, അങ്ങനെ അവിടെയുള്ള തുണിത്തരങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ അത് ഹോസ്പിറ്റലില് ഉള്ള തുണികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കണേ. ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ എന്താന്ന് ശ്രദ്ധിച്ചേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്. നമ്മൾ അലക്കാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന ലോണ്ടറിയില്ലേ, അലക്കലിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ലോണ്ടറിയിലെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ലിനൻ തുണിത്തരങ്ങൾ ഒരെണ്ണം, മലിനമായിട്ടുള്ള തുണിത്തരങ്ങളുണ്ട്, ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുള്ള ഉണ്ട്, ടീച്ചറിൽ നിന്ന് കളക്ട് ചെയ്ത ലിനൻ ഉണ്ട്. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ?
അത് ഏത് ടൈപ്പ് ഓഫ് ലോണ്ട്രി ആണ് കളക്ട് ചെയ്യുന്നത്. അത് നമ്മൾ അളക്കാൻ നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്യൂലേ, അപ്പോഴും അവരിത് നോക്കുന്നുണ്ട്. ഉപയോഗിച്ച തുണിത്തരങ്ങള് മലിനമായിട്ടുള്ളത്, ഇൻഫെക്ഷൻ ഉള്ള, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാറ് ഉണ്ടോ. അതാ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ട്രി കളക്റ്റഡ്. ഓക്കെ, യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾ നേരെ നോക്കുമ്പോൾ അതിൽ അധികം അഴുക്കൊന്നുമില്ല, പക്ഷേ അല്ലെങ്കിൽ ബ്ലഡിന്റെ അംശമോ ബോഡി ഫ്ലൂയിഡോ ഒന്നും ഇല്ല ഉണ്ടോ. അത് നേരെ പേഷ്യന്റ് കെയർ ഏരിയയിൽ നിന്ന് നേരെ കളക്ട് ചെയ്യുന്നതാണ്. ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ. പേഷ്യന്റ് രോഗി പരിചരണത്തില് അവർ ഉപയോഗിച്ച ലിനനാണ്. ബട്ട് എന്നാൽ അത് പ്രത്യക്ഷത്തില് മലിനമല്ല. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് ഓർ taint as they come in contact with the blood, body fluids, secretion or excretion or other items. കണ്ടോ, സോയിൽഡ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം, യൂസ്ഡ് ലിനൻ എന്ന് വെച്ചാൽ ഉപയോഗിച്ച തുണിത്തരങ്ങൾ. ഓക്കെ, അത് ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണ്. വേറെ ഡയറക്റ്റ് നോക്കുമ്പോൾ വേറെ അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല. രണ്ടാമത്തെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ. ഉണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലഡിന്റെ അംശം ഉണ്ടെങ്കിൽ അറിയാലോ, കണ്ടറിഞ്ഞൂടെ, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടോ, എന്തെങ്കിലും വേസ്റ്റുകൾ സെക്രീഷൻസ് ഉണ്ടോ, അല്ലെ, പിന്നെ മറ്റുള്ള ഐറ്റംസ് എന്തെങ്കിലും ആ തുണിയിൽ പറ്റിയിട്ടുണ്ടോ, അതിനെയൊക്കെയാണ് നമ്മൾ സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. This type of linen has been contaminated or tainted as they come in contact with the മനസ്സിലാവുന്നില്ലേ, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ മറ്റുള്ള എക്സ്ക്രീഷൻസോ അല്ലെങ്കിൽ അതർ ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ തുണിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതാണ് മലിനമായ തുണിത്തരങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താ, ഇൻഫെക്ഷൻസ് ഉള്ളത്, മൈക്രോബ്സിന്റെ പ്രിസൻസ് ഉള്ളത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാവ് ബീൻ യൂസ്ഡ് ഓർ സോയിൽഡ് ലിനൻ but from a patient with a known or suspected infections. എന്തെങ്കിലും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങളാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ഉണ്ടാവും, അതിനകത്ത് ഓരോന്ന് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ്, അത് ഉപയോഗിച്ചതാണ്, ഓർ സോയിൽഡ്, മലിനമായതാണ്, ബട്ട് എന്നാൽ ഉപയോഗിച്ചതും മലിനമായതുമാണ്. എന്നാൽ എന്താ, ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻസ്, അല്ലെ, അറിയപ്പെടുന്നതോ നമ്മൾ സംശയിക്കുന്നതോ ആയ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും കളക്ട് ചെയ്ത തുണിത്തരങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണെന്നില്ലേ അത്? എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ഉപയോഗിച്ചതാണ്, അയാൾ ഉപയോഗിച്ചതാണ്, മലിനമായതുമാണ്. പക്ഷെ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്, ഒരു കണ്ടീഷനും കൂടി അവിടെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പകർച്ചവ്യാധികളോ മൈക്രോബ്സ് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന്, നമുക്കറിയാലോ അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നതാണ് ഇൻഫെക്റ്റഡ് ലിനൻ. ലാസ്റ്റ് നോക്കിയ തിയേറ്റർ ലിനൻ ആണ്. അതെവിടെ ഉപയോഗിക്കുന്നതായിരിക്കും, theater, അല്ലേ, യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജിക്കൽ പ്രൊസീജിയർ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ നടത്തുമ്പോഴോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ, അപ്പൊ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നത് അത് തിയേറ്റർ ലിനൻ. അത് പ്രത്യേകം വേറെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അത് കുറച്ചും കൂടി എല്ലാവരും നോക്കണമെങ്കിലും അതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ തിയേറ്ററിൽ മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഇത് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നാലെണ്ണം ഇനി ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോവോ? ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്കത് ഓക്കെ ആണ് അല്ലെ? ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് പാരഗ്രാഫ്. Should be safe from potentially infectious material as well as for good hygienic practices. You should always use gloves when handling stained or contaminated laundry and should remove to change to clean gloves before handling clean laundry. Okay, should be
safe from potentially infectious material. അപ്പൊ ഈ തുണിത്തരങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അലക്കാനൊക്കെ കൊണ്ടുപോകുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത് അവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടല്ലേ. മലിനമായിട്ടുള്ള ഇതിലൊക്കെ അവർ ഇടപെടുന്നവരാണ്. അപ്പൊ അത് ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ നിന്ന് സേഫ് ആവണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞില്ല അവര് ഗ്ലൗസ് എന്തായാലും ധരിക്കണം, അല്ലെങ്കിൽ അതിന്റെ കോട്ട് ധരിക്കണം, മാസ്കുകൾ ധരിക്കണം. അപ്പൊ അങ്ങനെ ഇത് ധരിച്ചിട്ട് വേണം അവരെന്ത് ചെയ്യാനായിട്ട്, ഇത് കളക്ട് ചെയ്യാൻ. ഡയറക്റ്റ് അവർ ഓടി വന്ന് കൈ കൊണ്ട് എടുത്ത് മേത്തൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് പിടിച്ചോണ്ട് പോകാനൊന്നും പാടില്ല. അപ്പൊ അവിടെ ഒരു നല്ലൊരു ഫുഡ് ഹൈജീൻ പ്രാക്ടീസ് അല്ലെ, നല്ലൊരു ശുചിത്വപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അവരവിടെ ഫോളോ ചെയ്യണം. You should always use gloves. എന്ത് ഉപയോഗിക്കണം, ഗ്ലൗസ് ഉപയോഗിക്കണം എപ്പോഴും. ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിലെ ഗ്ലൗസ് ഇട്ടേക്കണേ. അല്ലാതെ അവര് നേരെ ഡയറക്റ്റ് കൈ കൊണ്ട് എടുക്കും. അവർക്ക് റിസ്ക് ആണല്ലേ, അവർക്ക് വേണ്ടി ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ അവര് ധരിക്കണം, യൂസ് ഗ്ലൗസ്. കണ്ട, when handling taint or contaminated laundry, taint ആയിട്ടുള്ള മലിനമായിട്ടുള്ള ലോണ്ട്രി തുണികൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യണം, അവര് ഗ്ലൗസ് നിർബന്ധമായിട്ടും ധരിക്കണം. ഓൾവേസ് യൂസ് ഗ്ലൗസ് ധരിക്കണം. And should remove to change to clean gloves before handling clean laundry. And you should remove, should remove ചെയ്യണം to change a clean gloves before handling clean laundry. അപ്പൊ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ എടുത്തു, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിൽഡ് ആയിട്ടുള്ള ലിനനൊക്കെ എടുത്തു ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് നമ്മൾ എടുത്തത്. ഇനി നമ്മൾ ആ ക്ലീൻ ലോണ്ടറി എടുക്കുമ്പോൾ ആ ഗ്ലൗസ് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇൻഫെക്റ്റഡ് ലിനനാ പറഞ്ഞുതരാം കേട്ടോ സൗമ്യ, ഈ ഒരു പാരഗ്രാഫ് ആണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരിപ്പോ ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ളതൊക്കെ എടുത്തു, ഗ്ലൗസ് ഇട്ടെടുത്തു, എന്നിട്ട് അലക്കി വെച്ചേക്കുന്ന ക്ലീൻ ലോണ്ടറി ആ ഗ്ലൗസ് കൊണ്ട് തന്നെ പോയി എടുത്താൽ അതിലേക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലേ, അല്ലേ? അതിലേക്കും ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അപ്പൊ ക്ലീൻ ഈ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലോണ്ടറി നമ്മൾ ഗ്ലൗസ് എടുത്തിട്ട്, അല്ലെങ്കിൽ ലിനൻ തുണിത്തരങ്ങള് ഗ്ലൗസ് ഉപയോഗിച്ച് എടുത്തിട്ട് ആ ഗ്ലൗസ് കളഞ്ഞതിന് ശേഷം മാത്രമേ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അങ്ങനെയുള്ള ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലേക്ക് ആ ഗ്ലൗസും കൊണ്ട് തന്നെ ചെന്ന് എടുക്കരുത്. വീണ്ടും ആ ഗ്ലൗസിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, ആ അലക്കി വെച്ചേക്കുന്ന ഡ്രസ്സ് ആണെങ്കിലും അതിലേക്കൊക്കെ വീണ്ടും ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ആ ക്ലീൻ ലോണ്ടറി ലിനൻ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ആരാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞേക്കുന്നത്, അത് ഉപയോഗിച്ചതാണ്, ഒരു പേഷ്യന്റ് ഉപയോഗിച്ചതാണ്, യൂസ്ഡ് ലിനനാണ്. അതുപോലെ തന്നെ സോയിൽഡ് ലിനനാണ്, മലിനമായിട്ടുള്ള ലിനനാണ്. ഒരു പേഷ്യന്റ് ഉപയോഗിച്ചതും മലിനമായിട്ടുള്ളതുമാണ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ആളായിരിക്കും. കണ്ടോ, the patient with known or suspected infection. നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നേരെ അറിയാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കുന്ന ആളുകൾ. ഇപ്പൊ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം അയാൾക്ക്. അപ്പൊ അത് ഇൻഫെക്റ്റഡ് ലിനനായില്ലേ, അയാൾ ഉപയോഗിക്കുന്നതാണ് സോയിൽഡ് മലിനമായിട്ടുള്ള ലിനനുമാണ്. പക്ഷെ അതിന് ഒരു കാര്യം കൂടി അവിടെ എന്ത് ഇൻഫെക്ഷനും ഉണ്ട് അല്ലെ. അപ്പൊ അതെന്തെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇൻഫെക്റ്റഡ് ലിനൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ഉപയോഗിച്ച തുണികള്, അതിന് ഇത് സോയിൽഡ് ലിനന്റെ കൂട്ടത്തിലോ യൂസ്ഡ് ലിനന്റെ കൂട്ടത്തിലോ ഇടാൻ പാടില്ല. അത് ഇൻഫെക്ഷൻ ഉള്ള ആളാണ്. അപ്പൊ അതിന് ഇൻഫെക്ഷൻ ഉണ്ടാകാം അല്ലെ, ആ മൈക്രോബ്സ് ഉണ്ടാവാം. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അത് മറ്റുള്ള തുണിയുടെ കൂട്ടത്തിൽ കൂടുമ്പോ ആ തുണികളിലേക്കൊക്കെ മൈക്രോബ്സ് ഒക്കെ വേണമെങ്കിൽ വരാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ളതൊക്കെ പ്രത്യേകം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഉപയോഗിച്ചതുമാണ്. കണ്ടോ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ്, ഉപയോഗിച്ചതാവാം അല്ലെങ്കിൽ സോയിൽഡ് മലിനമായിട്ടുള്ളതാവാം. ബട്ട് എന്നാൽ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കുന്നതോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നമ്മളെ സൗമ്യേ? ഓക്കെ അല്ലേ? സൗമ്യയോട് പോയി ചോദിച്ചാള്.
ക്ലിയർ ആണോ? ഓക്കെ, ചെയ്തല്ലോ. റിപ്ലൈ ചെയ്തോ? അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. ഓക്കെ, ഇനി നോക്കി ഒരു കുഞ്ഞു പാരഗ്രാഫ് കൂടെ ഉള്ളൂ. If a person has a contagious disease or is on contact precautions, clothes should be washed separately. കണ്ടോ, ഇത് തന്നെ പറഞ്ഞേക്കുന്നേ. കണ്ടാജിയസ് ഡിസീസ് ഉണ്ടെങ്കിൽ അല്ലേ, എന്തെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ on in the contact precautions, clothes should be washed separately. ആ ക്ലോത്ത് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പാടുണ്ടോ? അതെന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ക്ലോത്ത് ഷുഡ് ബി washed separately. സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. The washing machine must then be disinfected after washing. വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? ഇപ്പൊ ആ തുണി കഴുകി, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ കഴുകി, ആ മെഷീൻ അതിനകത്ത് തന്നെ നമ്മൾ എന്താ വേറെ തുണി ഇടാൻ പാടില്ല. അല്ല എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? then be disinfected. കണ്ടോ, വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റഡ് ചെയ്യണം, അതിനുശേഷമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റഡ് നടത്തി വാഷിംഗ് മെഷീൻ ആദ്യം അണുവിമുക്തമാക്കണം അല്ലെ, അതിനുശേഷമേ വേറെ തുണികൾ അതിലിടാൻ പാടുള്ളൂ. അപ്പൊ അത്രയും ശ്രദ്ധിക്കണം. ആ തുണി അപ്പൊ വാഷ് ചെയ്ത ആ വാഷിംഗ് മെഷീനിലാണെങ്കിലും ചെറിയ മൈക്രോബ്സ് ഉണ്ടാവാല്ലേ, ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. അവിടെ നമ്മൾ സാധാരണ തുണി കൊണ്ടുവന്നിട്ടാൽ ചിലപ്പോ അതിലേക്കും ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ആ വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റന്റ് ചെയ്യണം. ഏത് വാഷിങ്ങിന് ശേഷം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് വാഷ് ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റന്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഇനിയിപ്പോ നമുക്ക് നാളെ അല്ലേ, നാളെ അങ്ങോട്ട് തീർക്കാം. പിന്നെ ചിലപ്പോ കുറച്ച് സമയം ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ടേ ആദ്യം മിസ് കയറും, മിസ്സിന് കുറച്ച് ഉണ്ടല്ലോ തീർക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മൺഡേ വരുന്നുണ്ട്. സമയം അനുസരിച്ച് ഞങ്ങള് എന്താ റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്തു തരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയാ, നമുക്ക് സമയം ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ ബാക്കിത്തെ. അപ്പൊ അന്നേരം ഞാൻ പറയാം, നിങ്ങൾ റിവൈസ് ചെയ്തോ കുറച്ച് എടുത്തിട്ട്. അപ്പൊ ഫോർത്ത് മൊഡ്യൂൾ എളുപ്പം എന്ന് പറഞ്ഞ വേറെ ഒന്നും ഉണ്ടല്ലോ, അതിന്റെ ടൈം ടേബിൾ വന്നിട്ടില്ല മോളെ. ഫൈനൽ എക്സാമിന്റെ നിങ്ങൾ ഇതിലേക്ക് ഇടും കേട്ടോ, അറിയിക്കും എന്നത്തേക്കാന്നുള്ള എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. അപ്പൊ ക്ലാസ്സിന് ഇപ്പൊ അടുത്ത ആഴ്ച കൊണ്ട് എന്തായാലും തീരും. അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് കാര്യങ്ങളോ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ഇട്ട് തരും കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മതി. ഓക്കെ, താങ്ക് യു.